ആർട്ട് ആസ് ടെക്നിക് ബൈ വിക്ടർ ഷ്ലോവ്സ്കി. വിക്ടറിൻ്റെ സ്പെല്ലിങ് VIKTOR, പിന്നെ SHKLOVSKY, വിക്ടർ സ്ലോവ്സ്കി. ഇത് എഴുതിയിട്ടുള്ളത് 1917. ഈ വിക്ടർ സ്ലോവ്സ്കി എന്ന് പറഞ്ഞ ആൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറിസ്റ്റാണ് 20th സെഞ്ച്വറിയിലെ. അതുപോലെ തന്നെ റഷ്യൻ റൈറ്ററാണ്. ഫോർമലിസത്തിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു റൈറ്ററാണ്. ഇനി ഫോർമലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പോയട്രിയിൽ അതിൻ്റെ ഫോം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു തിയറിയാണ് ഫോർമലിസം. ഇത് റഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്തത് 1920s ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ 10 വർഷം 1930s വരെ അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് സപ്രസ് ആയത്. അതാണ് റഷ്യൻ ഫോർമലിസം. ഈ ഫോർമലിസം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ലിറ്ററേച്ചറിനോടുള്ള ഈ പാരമ്പര്യം അല്ലെങ്കിൽ കൺവെൻഷനലായിട്ടുള്ള പ്രോസസ്സൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ഒരു പോയട്രീനെ പഠിക്കാനായിട്ട് ഒരു സയൻറ്റിഫിക് മെത്തേഡ് കൊണ്ടുവന്നു. അതാണ് ഫോർമലിസം ചെയ്തത്. അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജിൻ്റെ യൂസേജാണ് പോയട്രി എന്ന് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ടെക്സ്റ്റാണ് അവർ യൂസ് ചെയ്തത്. അതായത് യൂസ് ഓഫ് വേർഡ്സ്, സിൻടാക്സ്, സൗണ്ട്സ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ. അതല്ലാണ്ട് ഈ സിംബോളിസം, സബ്ജക്റ്റിവിസം, അതായത് കൂടുതലും ഓർഡിനറി ലൈഫിലെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ എഴുതുന്നതിന് പകരം സയൻറ്റിഫിക്കായിട്ട് ഈ കാര്യത്തിനെ പഠിക്കണതാണ് അവർ ചെയ്തത്. ഒരു ആർട്ടും ഓർഡിനറി ലൈഫും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ഈ ഫോർമലിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ, ഹിസ്റ്ററിക്കൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് അപ്രോച്ചസൊക്കെ അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ട് ഈ ഫോം ഓഫ് ദ പോയട്രി അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അവർ പറയുന്നത് വെച്ചാൽ, ഒരു പ്രോഡക്റ്റിൻ്റെ എസ്തറ്റിക് എഫക്റ്റ് ഉണ്ടാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലിറ്റററി ഡിവൈസസിലൂടെയാണ് അത് ഉണ്ടാവുള്ളൂ. പിന്നെ പറയണത്, ഇവർ പറഞ്ഞ ലിറ്റററി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാവുന്നത് വെച്ചാൽ, നമ്മുടെ ഓർഡിനറി ലാംഗ്വേജിനെ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുമ്പോഴാണ് ലിറ്റററി ലാംഗ്വേജ് ഉണ്ടാകുന്നത്. ആർട്ട് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഓർഡിനറി ലാംഗ്വേജിനെ മാറ്റുന്ന ഒരു ടെക്നിക്ക്. അതാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ, അതായത് പോയറ്റിക് ആൻഡ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓർഡിനറി ആൻഡ് ലിറ്റററി ലാംഗ്വേജിൻ്റെ ഡിഫറൻസിയേഷൻ ആണ് ഈ ഫോർമലിസ്റ്റ് കൊണ്ടുവന്നത്. അത് ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡിയിൽ ഒരു സയൻറ്റിഫിക് ബേസിസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ പറയണത്, ഈ വിക്ടർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക് അതായത് ഒരു സാധനം നമ്മൾ പെർസീവ് ചെയ്യണ രീതി അവിടെ ഉണ്ടാവുകയാണ്. അതായത് ഇപ്പോൾ ആർട്ടിലൂടെ ഇപ്പോൾ നമ്മളൊരു കാര്യം മര്യാദക്ക് പെർസീവ് ചെയ്യണതിന് പകരം ആർട്ടിലൂടെ കാണുമ്പോൾ അതിൻ്റെ പെർസെപ്ഷൻ മാറുകയാണല്ലോ. അപ്പോൾ അതായത് ഇയാൾ പറയണത്, ഒരു ആർട്ടിൻ്റെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പെർസെപ്റ്റ് ചെയ്യണ രീതി അവിടെ നിൽക്കും. എന്നിട്ട് അത് വേറൊരു പുതിയ രീതിയാണല്ലോ കൊണ്ടുവരുന്നത് ആർട്ടിലൂടെ. പിന്നെ ഈ ആർട്ട് ആസ് ടെക്നിക്കിൽ പറയുന്നത് ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഈ ജനറലായിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നത് പോയട്രി എന്ന് പറയുന്നത് ഇമേജറിയാണ്. എത്രത്തോളം ഇമേജറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് പോയട്രി. പോയം എഴുതണമെങ്കിൽ ഒരാൾക്ക് ഇമേജറി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വേ ഓഫ് തിങ്കിങ് വേണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വിക്ടർ പറയണത് അങ്ങനെയല്ല. അതായത് ഈ പോയിറ്റ്സ് ജസ്റ്റ് ഒരു പുതിയ ടെക്നിക്സ് ഉപയോഗിച്ച് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലാണ്ട് അവർ പുതിയ പുതിയ ഇമേജസ് അല്ല ക്രിയേറ്റ് ചെയ്യണം. അവർ ഇമേജസ് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം, അല്ലാണ്ട് അവരത് ക്രിയേറ്റ് ചെയ്യല്ല എന്നാണ് വിക്ടർ പറയുന്നത്. പോയിറ്റ്സ് ആർ മോർ കൺസേൺഡ് വിത്ത് അറേഞ്ചിങ് ഇമേജസ് ദാൻ വിത്ത് ക്രിയേറ്റിംഗ് ദം. അവർ പുതിയ പുതിയ ഇമേജസ് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയൊന്നുമല്ല, അവർ അതിൻ്റെ അറേഞ്ച് ചെയ്യുന്ന ടെക്നിക്കിലാണ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ 2 ആസ്പെക്ട്സ് ഓഫ് ഇമേജറി എന്ന് പറയുന്നത്, ഇമേജറി ആസ് എ മീൻസ് ഓഫ് തിങ്കിങ്, ഇമേജറി ആസ് എ മീൻസ് ഓഫ് റീഇൻഫോഴ്സിങ് ആൻ ഇംപ്രഷൻ. അതായത്
ഈ പല പോയറ്റ്സ് പല ഏജസിൽ ഉപയോഗിക്കുന്ന ഇമേജസൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. അതായത് അവരെല്ലാവരും ഒരേ ടൈപ്പ് ഓഫ് ഇമേജസ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുന്ന ടെക്നിക്കിലാണ് വ്യത്യാസം. പിന്നെ പിന്നെ പറയുന്നത് ഈ മ്യൂസിക്, അതുപോലെ ആർക്കിടെക്ചർ, ലിറിക്, പോയട്രി, ഇതിനൊക്കെ ഒരു ഇമേജിസ്റ്റിക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണത്. എത്രത്തോളം ഇമേജറി അതിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇമേജറി മാറിക്കഴിഞ്ഞാൽ സാധനം മാറും അങ്ങനെ. പക്ഷെ വിക്ടർ പറയണത് അങ്ങനെയല്ല. ഈ ഇമേജസ് മാറുന്നതിനനുസരിച്ച് ആർട്ടിൻ്റെ ഇത് മാറാൻ പോകുന്നില്ല എന്നാണ് ഇയാൾ പറയണത്. പിന്നെ അതുപോലെ ഇമേജറിയും അല്ലെങ്കിൽ എക്സ്പ്രഷനും പോയട്രിക്ക് എസെൻഷ്യൽ അല്ല എന്നാണ് വിക്ടറിൻ്റെ വ്യൂ. ഒരു ഗിവൺ വർക്കിൻ്റെ ആർട്ടിസ്ട്രി അല്ലെങ്കിൽ അതിൻ്റെ എസ്തറ്റിക് എഫക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ എടുക്കുന്നു, നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് അതിൽ ഇമേജറി കുറേ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഡീഫെമിലിയറൈസേഷൻ്റെ ടെക്നിക്ക്. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആ ഒബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ആ ഒബ്ജക്റ്റിനെ നമ്മളെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇയാളുടെ എസ്സേയിൽ 2 പാർട്ടുണ്ട്. ഒന്ന് ഡീഫെമിലിയറൈസേഷനെ കുറിച്ച് പറയണതും പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഈ പോയറ്റിക് ലാംഗ്വേജ് ഓർഡിനറി ലാംഗ്വേജും അതിൻ്റെ ഡിഫറൻസിനെ പറ്റി ഇയാൾ പറയുന്നത്. ഈ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഒരു കോട്ടുണ്ട്: ആർട്ട് ഈസ് എ വേ ഓഫ് എക്സ്പീരിയൻസിങ് ദ ആർട്ട്ഫുൾനെസ് ഓഫ് എൻ ഒബ്ജക്റ്റ്, ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെയിഞ്ച് ആക്കി കാണിച്ചു തരും. അങ്ങനെ ലൈഫിനൊരു പുതിയ പെർസെപ്ഷൻ കൊണ്ടുവരും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു സ്ട്രേഞ്ച് രീതിയിൽ അവതരിപ്പിക്കുന്നു. ഫെമിലിയർ ആയിട്ടുള്ള കാര്യത്തിന് നമ്മളുടെ അടുത്ത് ഡീഫെമിലിയർ ആക്കാം. അതൊരു ടെക്നിക്കാണ്. പിന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഹാബിച്വലായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പുതിയ പെർസെപ്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ പറയുന്നത് പോയറ്റിക് ലാംഗ്വേജും ഓർഡിനറി ലാംഗ്വേജും രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇയാൾ പറയണത് പെർസെപ്ഷൻ എപ്പോഴും ഹാബിച്വൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മളിപ്പോൾ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രിസ്ക്രൈബ്ഡ് സംഭവം ഉണ്ട്, അത്രയും ഫെമിലിയർ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും നമ്മൾ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കാണുള്ളൂ, ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കില്ല. അപ്പോൾ അത് നമ്മളെ ഹാബിറ്റായി മാറാണ്. മുന്നുള്ളവരെങ്ങനെ ചെയ്ത് അതുപോലെ ചെയ്ത് വന്ന് എല്ലാ കാര്യത്തിനും നമ്മളങ്ങനെ ഒരു ഹാബിച്വലായിട്ട് കാണാൻ തുടങ്ങി. അത് ഈവൻ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യാത്ത പോലെ അത്രയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ സ്ട്രെയിഞ്ചായിട്ട് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അതാണ് ഈ ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെയാണ് ഫെമിലിയർ ആവണം നമുക്ക്. അതായത് അൺകോൺഷ്യസ്ലി നമുക്കതൊരു ഹാബിറ്റായിട്ട് മാറണം. അപ്പോൾ വെച്ചാൽ അങ്ങനെ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ത്രില്ലൊന്നുമില്ലല്ലോ, പുതിയ സെൻസേഷനൊന്നും കിട്ടുന്നില്ല, പുതിയ പെർസെപ്ഷനൊന്നും ലൈഫിനെ കുറിച്ച് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിലൊരു കാര്യമില്ല എന്നാണ്, ഹാബിറ്റ് കിൽസ് എവറിത്തിങ് എന്നാണ് ഈ വിക്ടറിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ ഈ ഹാബിച്വലായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല ആർട്ട്, മറിച്ച് എന്തെങ്കിലും കാര്യത്തിന് ഡീഫെമിലിയറൈസ് ചെയ്യുന്നതായിരിക്കണം ആർട്ട് എന്നാണ് ഇയാളുടെ വ്യൂ. ആർട്ട് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമുക്കൊരു ലൈഫിൻ്റെ പുതിയ സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു പുതിയ പെർസെപ്ഷൻ ആൾക്കാർക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ട് നിൽക്കുന്നത്. അതാണ് ആർട്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനല്ല, നമ്മൾ അതിനെ പുതിയ രീതിയിൽ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടുള്ളത്. പിന്നെ ആർട്ട് ആസ് ടെക്നിക്കലി ഇയാൾ പറയണത് ലാംഗ്വേജ് ഓഫ് പോയട്രി ആൻഡ് പ്രോസ്. അതായത് ഈ പോയട്രിയുടെ ലാംഗ്വേജും പ്രോസിൻ്റെ ലാംഗ്വേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് വെച്ചാൽ പ്രോസിൻ്റെ ലാംഗ്വേജ് ഭയങ്കര ഡയറക്റ്റും ഇക്കണോമിക്കലും ആണ്. പോയട്രിക്ക് ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉണ്ട്. അതായത് ഇയാൾ പറയണത് പോയറ്റിക് ഇമേജറി എന്ന് പറയുന്നത് പോയറ്റിക് ലാംഗ്വേജിൻ്റെ ജസ്റ്റ് വൺ ഓഫ് ദ ഡിവൈസസ് ആണ്. അല്ലാണ്ട് പോയറ്റിക് ഇമേജറി അല്ല പോയറ്റിക് ലാംഗ്വേജിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും അല്ലെങ്കിൽ
പോയട്രി എന്നുള്ളതിൻ്റെ ഇതിരിക്കുന്നത് ഇമേജറിയിലല്ല. അത് ജസ്റ്റ് വൺ ഓഫ് ദ ഡിവൈസസ് ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ്. ജസ്റ്റ് ഒരു മെത്തേഡാണ്. എന്താണ് ഈ അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഐഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ചെറിയൊരു മെത്തേഡ് മാത്രമാണ് പോയറ്റിക് ഇമേജറി. പിന്നെ ഇയാൾ പറയുന്നത് പോയറ്റിക് ലാംഗ്വേജ് മറ്റേ പ്രോസിൻ്റെ ലാംഗ്വേജ് പോലെയല്ല, ഇറ്റ് ഈസ് എ ഡീഫെമിലിയറൈസ്ഡ് ലാംഗ്വേജ്. അതായത് പ്രാക്ടിക്കൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന സംഭവങ്ങൾ. പക്ഷേ പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്, നമ്മൾക്ക് വളരെ ഫെമിലിയറായൊരു കാര്യത്തിനെക്കുറിച്ച് ഒരു പുതിയ പെർസെപ്ഷൻ തരുന്നതാണ് ഈ പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വളരെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പോയട്രിയുടെ ലാംഗ്വേജിൻ്റെ ഡിഫറൻസ്. പിന്നെ പറയണത് പ്രോസിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓർഡിനറി സ്പീച്ചാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. മറ്റേത് ഡീഫെമിലിയറാണ്. ഒരു പ്രോസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചൈൽഡിൻ്റെ ഡയറക്റ്റ് എക്സ്പ്രഷൻ പോലെയാണെന്നാണ് ഇയാൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇയാൾ ട്രഡീഷണൽ തിയറീസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഒപ്പോസ് ചെയ്തു. ഈ ഫോർമൽ അനാലിസിസ് ഓഫ് ലിറ്ററേച്ചറാണ് കൊണ്ടുവന്നത്. പിന്നെ പറയുന്നത് അതിന് പോയട്രീന്ന് ഇങ്ങനെ പറയണം, ഫെമിലിയറിനെ അൺഫെമിലിയർ ആക്കും, പുതിയ പെർസെപ്ഷൻ കൊണ്ടുവരും, മറ്റേത് മറിച്ചത്, അതൊക്കെ തന്നെയാണ് പറയണത്. പിന്നെ പറയുന്നത് പിന്നെ ഇയാൾ ഈ ഒരു സംഭവം, അതായത് ഡീഫെമിലിയറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത് ലിയോ ടോൾസ്റ്റോയുടെ റൈറ്റിങ്സിൻ്റെ എക്സാമ്പിൾസ് എടുത്തിട്ടാണ്. ടോൾസ്റ്റോയുടെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിന് അയാൾ പേര് പറയില്ല, പേര് പറയാണ്ട് അതിനെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് വളരെ അൺഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റോസ് ഫ്ലവറിന് ഡെയിലി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ്, പക്ഷേ അതിൻ്റെ റോസ് ഫ്ലവറിന് പേര് പറയാണ്ട് അതിനെ വെറുതെ എന്നല്ല, അതിനിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും. ഈ പോയറ്റ് തന്നെ അതിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും അതൊരു സ്ട്രേഞ്ച് ഒബ്ജക്റ്റ് ആണെന്ന് തോന്നും. അതാണ് ടോൾസ്റ്റോയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ആക്സെപ്റ്റഡ് നെയിംസൊക്കെ ആൾ അവോയ്ഡ് ചെയ്യും ആ ഒബ്ജക്റ്റിൻ്റെ. പിന്നെ ടോൾസ്റ്റോയുടെ ഒരു നോവലിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഏത് നോവൽ, ആ നോവലിൻ്റെ പേര് പറയുന്നില്ല. ആ നോവലിൽ ടോൾസ്റ്റോ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ഡീഫെമിലിയറൈസേഷൻ. അതായത് കോമൺ തിങ്സിനെ അൺകോമൺ ആയിട്ട് കാണിക്കുന്നത്. ടോൾസ്റ്റോയുടെ ഒരു ഹോഴ്സിൻ്റെ സ്റ്റോറി ഉണ്ട്. അതിനകത്ത് ഈ മാൻകൈൻഡിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഹോഴ്സാണ്. അതായത് നമ്മളുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അതൊരു ഹോഴ്സ് പറയണ കേൾക്കുമ്പോൾ അത് അൺഫെമിലിയറും പോയറ്റിക്കുമായി മാറും. അതാണ് ഒരു ടെക്നിക്ക്. അതാണ് ഈ ഡീഫെമിലിയറൈസേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞ വർക്കിൽ സെയിം ടെക്നിക്കാണ്. അതായത് ബാറ്റിൽസിനെ പുതിയ എന്തോ കാര്യം ഡിസ്ക്രൈബ് ചെയ്യണ പോലെയാണ് ടോൾസ്റ്റോയ് ഡിസ്ക്രൈബ് ചെയ്യണത്. പിന്നെ ടോൾസ്റ്റോയുടെ വർക്കിൽ അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയണത്.